ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ദാണ്ടെ ഈ ഒരു ഐറ്റം കണ്ടോ? ഇത് നമ്മൾ പച്ചക്കറിയുടെ കൂടെയൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് തരുന്ന കാണാം. ഇതാണ് കുമ്പളങ്ങ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഇത് വെച്ച് സാമ്പാറും ഒഴിച്ചുകറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് വേറൊരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ 2 തക്കാളിയും കൂടെ കുക്കറിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല പൊളി ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാണ്ടെ ഒരു ചെറിയ പീസ് കുമ്പളങ്ങ എടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ദാണ്ടെ ഈ ഒരു സൈസിനാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ അരിഞ്ഞ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തെ ആ കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം ഒന്ന് എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ 2 തക്കാളി, അതും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. അപ്പം ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഇപ്പം ഇത്തിരി കുറഞ്ഞു പോയാലും പിന്നീടായാലും നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇനി കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. കാര്യം ഈ കുമ്പളങ്ങയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടൊരു 1/4 കപ്പോളം, 1/4 കപ്പിലും ഇത്തിരി കൂടെ വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കണം എന്ന് തന്നെ ഇല്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിനി കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കാം. നല്ല പോലെ ഇതൊന്ന് വെന്ത് കിട്ടണം. തക്കാളിയും ഈ കുമ്പളങ്ങയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് വരുന്ന പാകം എത്തണം. അപ്പോൾ ദാണ്ടെ ഞാൻ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ദാണ്ടെ ഒരു 3 വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റീം എല്ലാം പോയിട്ട് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. കണ്ടോ, എല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്തുടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകം വരെ വേവിച്ചെടുക്കണേ. അപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ വെള്ളം ഒരുപാട് ഇപ്പോഴും ഉണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് തണുത്ത് വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് തണുത്തിട്ടേ ഉള്ളൂ നമ്മുടെ ഇനി ബാക്കി പരിപാടികളെല്ലാം. അപ്പോൾ കണ്ടോ, ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാണ്ടെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയൊരു ജാറ് തന്നെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളതുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇടയ്ക്ക് കുറച്ച് ചെറുതായിട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നല്ല പേസ്റ്റ് ആക്കണമെന്നൊന്നും ഇല്ല. ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ്. ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊക്കെ കിടപ്പുണ്ട്. എങ്കിലും നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാണ്ടെ ഇതുപോലൊരു ബൗളിലോട്ട് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞ് താളിപ്പും കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു കുമ്പളങ്ങ ചട്നിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വട്ടമെങ്കിലും ട്രൈ ആക്കി നോക്കണ്ടായിട്ടോ. അപ്പം താളിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കുവേ ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 2 വറ്റൽമുളക് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുള്ളിയൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിടാം. ഞാനിപ്പോൾ അതിനൊന്നും മെനക്കെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ കറിവേപ്പിലയും ചേർത്തിട്ട് ഇനി ഇത് ചൂടോടെ തന്നെ നമ്മുടെ ആ ഒരു ചട്നിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പളങ്ങ ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കണേ. ആവശ്യമുണ്ടെങ്കിൽ ചേർത്തേക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ദോശയിലൂടെ ഇഡ്ഡലിയുടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുപോലൊരു ചട്നി ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി റെസിപ്പി